കസ്തൂരി മഞ്ഞൾ കളച്ച് നല്ലോണം തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചത്. ചെത്തി നല്ലോണം നുറുക്കി മിക്സിൻ്റെ ജാറിൽ വെള്ളമൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. വെള്ളം കൂട്ടാതെ നല്ലോണം അങ്ങോട്ട് അരച്ചെടുത്തിക്കണം. ഇതിന് പച്ച നീരന്നെ തന്നെ വെള്ളമാണ്, നീരുണ്ട്. ഇതാക്കുന്നത് അതൊരു ചട്ടി അടുപ്പിൽ വെച്ച് ഇതിലേക്ക് ഞാൻ നല്ല വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ചീര നിറമുള്ള ആൾക്കാരൊക്കെ ഇത് തേക്കുകയാണെങ്കിൽ നല്ല വെള്ള കളർ തന്നെ കിട്ടും കേട്ടോ. നിറം വർദ്ധിക്കാനുള്ള കുറച്ചെല്ലാം ഉണ്ടാക്കട്ടെ, കയ്യുമ്പം പിന്നെ ഉണ്ടാക്കട്ടെ. എണ്ണ നല്ലോണം നല്ലോണം ചൂടായി വരുന്നുണ്ട് കേട്ടോ. ഇത് നല്ലൊരു മണത്തിനും വേണ്ടി കേട്ടോ. അത് നല്ലതുമാണ്. ഈ മഞ്ഞളെണ്ണക്ക് നല്ലൊരു മണം ഉണ്ടാവും. തേച്ചാലും നല്ലൊരു വാസന ഉണ്ടാവും. 2 സ്പൂൺ നല്ല ജീരകം. ഇതിൻ്റെ ഗുണം ആർക്കും പറയണ്ടല്ലോ. ഇതിലടിച്ച് വയ്ക്കാൻ കിട്ടും. കാലിൽ മുഖത്തുള്ള മോക്കുരു, പാട്, കല എല്ലാത്തിനും നമ്മുടെ സ്കിന്നിന് നല്ല ഒരു സാധനമാണ് കസ്തൂരി മഞ്ഞൾ. എപ്പോൾ കളച്ച് കൊണ്ടുവന്നതാട്ടോ. തോലൊക്കെ നല്ലോണം ചെത്തി ഇതാക്കി ഞാൻ തള്ളയാണ് എടുത്തത് കേട്ടോ. അതിൻ്റെ വിത്തും ഏത് കൊടുക്കാം കേട്ടോ. അതുകൊണ്ട് സോപ്പ് ഉണ്ടാക്കുക, എണ്ണ തേക്കുക, പ്രസവിച്ചവർക്കൊക്കെ എണ്ണ ഉണ്ടാക്കുകയാണ്. ഞാൻ കുട്ടികൾക്കും തള്ളവർക്കൊക്കെ തേച്ച് കൊടുക്കുക. നല്ല നിറം കിട്ടും, സ്കിന്നിന് നല്ല നിറം കിട്ടും. തള്ള ചെത്തി ചെറിയ കഷ്ണമാക്കി നല്ല നിറം കിട്ടും. അത് എന്നും കുറച്ച് ദിവസം സ്ഥിരം തേച്ചാൽ നുറുക്കി മിക്സിൻ്റെ ജാറിലിട്ട്. കുരുവിൻ്റെ ശല്യം ഉള്ളവർക്ക് ഞാൻ ഈ ഉലുവയും കടകൊട്ടില്ലേ, അതേപോലെ കുറച്ച് തുളസിൻ്റെ ഇലൻ്റെ നീരൊഴിച്ച് കൊടുത്താൽ മതി ഇതിൽ. എന്നാൽ പിന്നെ ആ എണ്ണ മഞ്ഞളിട്ട് തേച്ചാൽ കുരു പൊന്തേയല്ല, കുരു പറ്റുണ്ടാവില്ല കേട്ടോ. തുളസിൻ്റെ നീരിന് അപ്പോൾ അതൊക്കെ നോ പൊരിഞ്ഞ് ഇതിലേക്ക് കിട്ടും. ഇതിലേക്കിട്ട മഞ്ഞളിൻ്റെ ഇത് നല്ലോണം നീരൊക്കെ ഇറങ്ങിയിട്ട് കയ്യിലിട്ട് ഇങ്ങനെ തിരുമ്പി വെക്കുമ്പോൾ അതിങ്ങനെ ഞെരിയണം കേട്ടോ. അല്ലാതെ അത് തളർത്താൻ പാടെടുക്കരുത്. തളിച്ചാൻ പാടെടുത്തിട്ടുണ്ടെങ്കിൽ കളറ് മണ്ണൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഞാനെടുത്ത എണ്ണ കുറേ ദിവസം തങ്കരക്കുമ്പോൾ ഈ എണ്ണയ്ക്കൊരു വാസനയൊരു കൊഴുപ്പൊക്കെ വരും. ഇതിലിട്ട ഈ സാധനം നല്ലോണം നെരിഞ്ഞ് കറുമുറ നെരിയാണ് ഈ ചണ്ടി. ഇങ്ങനെ ഇട്ടാലിത് കളറില്ലേറ്റല്ല എണ്ണ പറഞ്ഞിട്ടില്ല. ഇത് നെരിയാഞ്ഞാൽ ഈ എണ്ണ കുറേ കാലം സൂക്ഷിക്കാൻ പറ്റില്ല, മണക്കും. ഇങ്ങനെ നല്ല നെരിഞ്ഞെടുത്ത് വെച്ചാൽ എണ്ണ തെളിഞ്ഞ് എന്നിട്ടെടുത്ത് വെച്ച് കരിഞ്ഞത് ഒഴിവാക്കിയ എണ്ണ മാത്രം വെച്ചാൽ കുറേ കാലം കരിയരുതിട്ടോ. നെരിയാന്ന് കുറേ മണാട്ടതിനായി
കരിമഞ്ഞളിൻ്റെ എത്തിക്കൊണ്ടേ ഇരിക്കുക. അപ്പം ഇങ്ങനെ ഇതിങ്ങനെ നല്ലോണം നേരിയാണ് കച്ചാലിങ്ങനെ ആയിട്ടില്ല, നെരിഞ്ഞെടുക്കും കേട്ടോ, കറുമുറുന്നൽ കുറച്ച്. അല്ലെങ്കിൽ എന്താ പറയുക, ഈ എണ്ണ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു കൊളുപ്പും ഒരു മണം ഒക്കെ ഉണ്ടാകും. എണ്ണ പിന്നെ ഉലുവയും നല്ല ജീരകവും ഇട്ടിട്ട് നല്ല വാസന ഇട്ടിട്ട് എത്ര കാലം സൂക്ഷിച്ചാലും